പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്ന പത്തനംതിട്ടയിലെ CPM നേതാവ് എ പത്മകുമാറിനെതിരായ നടപടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനം സെക്രട്ടേറിയറ്റിന് വിട്ടത്. മുൻ MLA ആയ പത്മകുമാറും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം പരിഗണിക്കും. പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ഇനി അറിയേണ്ടത് എ പത്മകുമാറിനെതിരെ എന്ത് നടപടിയാകും ഉണ്ടാവുക, എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് നിലപാടാണ് പാർട്ടി സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ്. പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും. ആ നടപടി എന്താണെന്ന് കൃത്യമായി പത്മകുമാറിനെ പാർട്ടി നേതൃത്വം ബോധിപ്പിച്ചിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് പോകാതെ പത്മകുമാറിനെ പൂർണ്ണമായും തള്ളാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന നേതൃത്വം നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. പിന്നീട് ജില്ലാ കമ്മിറ്റിക്ക് പ്രശ്നം കൈമാറും. അതിനുശേഷമായിരിക്കും ഈ നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അത് കടുത്ത നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പത്മകുമാറിന് കൃത്യമായി തന്നെ ഈ നടപടി എന്താണ് പാർട്ടി നേതൃത്വം എടുക്കുക എന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പത്മകുമാറിനെ ഫോണിൽ വിളിച്ച് കൃത്യമായി ഈ നടപടി എന്താകും എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകി. ഒപ്പം 2 ദിവസമായി പാർട്ടി ഭീഷണിക്കും പത്മകുമാർ വിധേയനാകുന്നുണ്ട്. നേരത്തെ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് പാർട്ടി പ്രവർത്തന സമയത്ത് ഉണ്ടായിരിക്കുന്ന ചില നടപടികളുണ്ട്. പാർട്ടിക്ക് എതിരായി പത്മകുമാർക്ക് എതിരിക്കുന്ന ചില നടപടികൾ, നയങ്ങൾ സ്വീകരിക്കുന്നതിലെ നിലപാടുകൾ സംബന്ധിച്ചുള്ള ചില എതിരഭിപ്രായങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻകാല രാഷ്ട്രീയ പ്രവർത്തനത്തിലും ചില കാര്യങ്ങൾ, വീഴ്ചകൾ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പത്മകുമാറിനെ വരുതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു ഘട്ടത്തിൽ CPM പയറ്റിയത്. അതോടൊപ്പം തന്നെ ചില വിലപേശൽ തന്ത്രങ്ങളും പത്മകുമാറും പാർട്ടിയും തമ്മിൽ ഉണ്ടായി. അങ്ങനെ ഇതെല്ലാം വിധേയനായിക്കൊണ്ട് പത്മകുമാർ പാർട്ടിക്ക് അനുസരണയുള്ള ഒരു പ്രവർത്തകനെ പോലെ ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചത് ഇന്ന് പത്മകുമാറിന്റെ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയിലായിട്ടില്ല. മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. അതിലുള്ള ചർച്ചകളാണ് ഇന്ന് ഉണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുക. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഉണ്ടാവുക. 14-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പോലെ ഈ നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അത് കേവലം ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. കേവലം താക്കീത് പോലെയുള്ള എന്തെങ്കിലും ഒരു നടപടി മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വിരളമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പത്മകുമാറിനെ അനുനയിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട CPM-ൽ വീണ്ടും തലപൊക്കാൻ സാധ്യതയുള്ള വിഭാഗീയത പരിഹരിക്കുക, ആ വിഭാഗീയതയ്ക്ക് ശമനമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് CPM നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനം മുതൽ തന്നെ പത്തനംതിട്ട CPM-ലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഭിന്നാഭിപ്രായങ്ങളുണ്ട്, എതിർപ്പുണ്ട്. വീണ ജോർജിന് കൂടുതൽ പ്രാധാന്യം പാർട്ടി ലഭിക്കുന്നു എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾക്കിടയിൽ വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനം മുതൽ തന്നെ ഉടലെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി, ഒരു അസ്വാരസ്യം ഈ കാര്യത്തിലാണ് അവർക്ക് ഉള്ളത്. പത്മകുമാർ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഈ കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി കൂടുതൽ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തുകയും പാർട്ടിക്കെതിരെ രംഗത്ത് വരാനൊക്കെയുള്ള ഒരു സാധ്യതയും കണക്ക് കൂട്ടുന്നുണ്ട്. പത്മകുമാറിനും അനുയായികൾ ഉള്ളതാണ്, മുതിർന്ന നേതാവാണ്, പത്തനംതിട്ട CPM-ലെ പ്രധാനപ്പെട്ട നേതാവായി പ്രവർത്തിക്കുന്ന ആളാണ്. കൂടുതൽ കടുത്ത നടപടികൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന, പാർട്ടിയിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന, നീതികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരാനും അത് വലിയ വിഭാഗീയതയായി പൊട്ടിപ്പുറപ്പെടാനും ഒക്കെയുള്ള ഒരു സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായിട്ട് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാവുകയില്ല. രാഷ്ട്രീയമായിട്ടുള്ള ചില വിലപേശലുകൾ, ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ, ഇതിനൊക്കെ വിധേയനാക്കിക്കൊണ്ട് പത്മകുമാറിനെ വരുതിയിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ശമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.